സ്മൃതി ശ്രീപത്മനാഭൻ ബി.ജെ.പിയുടെ പ്രതിനിധിയായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസാരം ഉടനീളം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ രാജ്യത്തെമ്പാടുമുള്ള ബി.ജെ.പി നേതാക്കന്മാരുടെയും അവരുടെ വക്താക്കന്മാരുടെയും നിലപാട് എന്താണെന്ന്. എത്ര പുച്ഛത്തോടെയും പരിഹാസത്തോടെയുമാണ് സംസാരിക്കുന്നത്. അദ്ദേഹം സംസ്ഥാനത്തെ അദ്ദേഹത്തിന്റെ മാത്രം അനുഭവം പങ്കുവയ്ക്കാനാണെങ്കിൽ അദ്ദേഹം അത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എഴുതിയിട്ടാൽ പോരെ. അദ്ദേഹം വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കൂടി വക്താവായിട്ട് അഭിപ്രായം പറയാനാണ്. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളെക്കുറിച്ചോ ഒന്നും പറയില്ല എന്നൊക്കെ പറയുന്നത് നമ്മളെയൊക്കെ പുച്ഛിക്കുന്നതിന് തുല്യമാണ്. നമ്മളൊക്കെ ഇതിന് ചെലവഴിക്കുന്ന സമയത്തെ ഒരു വിലയും കാണാതെ പുച്ഛിക്കുന്നതിന് തുല്യമാണ്. അത് അദ്ദേഹത്തിന്റെ ശൈലിയായിരിക്കും, അത് അവിടെ കിടക്കട്ടെ. ഞാൻ പറയുന്ന ഖാർഗെയുടെ, രാഹുൽ ഗാന്ധിയുടെ അങ്ങനെയുള്ള ദേശീയ നേതാക്കന്മാരുടെയൊക്കെ വാഹനവും ഹെലികോപ്റ്ററും ഒക്കെ പരിശോധിക്കാൻ ആർജവം കാണിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ ബി.ജെ.പിയുടെ ഏതെങ്കിലും അഖിലേന്ത്യാ നേതാവിന്റെ വാഹനമോ അല്ലെങ്കിൽ വാഹന വ്യൂഹമോ പരിശോധിക്കുന്നതായിട്ട് നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ല. ഇതൊക്കെ ചെയ്യുന്നത് കോൺഗ്രസിന്റെ അക്കൗണ്ട് പൂട്ടിക്കുകയും അക്കൗണ്ടിൽ നിന്ന് പണം എടുത്തുകൊണ്ടുപോവുകയും ചെയ്യുന്നതിന് തുല്യമായിട്ട് തന്നെ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളതിന്റെ മാക്സിമം എക്സ്റ്റെന്റിലേക്ക് ബി.ജെ.പിക്ക് വേണ്ടിയിട്ട് ചട്ടുകമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്ന. അപ്പോൾ അമിത്ഷായുടെ പ്രസംഗമോ അല്ലെങ്കിൽ മോദിയുടെ പ്രസംഗത്തിനെതിരെയൊക്കെ നിരന്തരം ഞങ്ങൾ പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയുമില്ല. പക്ഷപാതിത്വപരമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പരാതി കൊടുക്കാത്തത്. ഞങ്ങൾ ഇനി ഇവരുടെ മുമ്പിൽ ബി.ജെ.പിക്ക് വേണ്ടിയിട്ട് ഇത്തരം വേട്ടനായ്ക്കളുടെ പണിയെടുക്കുന്ന ഏജൻസികളുടെ മുമ്പിൽ പരാതി കൊടുക്കാതെ ഞങ്ങൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഇന്ത്യയിലെ പൊതുജനങ്ങളുടെ മുമ്പിലേക്കാണ് പ്രസന്റ് ചെയ്യുന്നത്. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇവിടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട നരേന്ദ്രമോദി, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട നരേന്ദ്രമോദി അന്തം വിട്ട പ്രതി എന്തും ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ എത്തിയിരിക്കുന്ന രാഹുൽ ഗാന്ധിയെയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യ മുന്നണിക്കും ഈ രാജ്യത്തെ പൊതുജനങ്ങൾക്കും ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധി പരിവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാകണ്ടേ. പരസ്യ സംവാദത്തിന് മോദിയോടൊപ്പം ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയും അതിൽ നിന്ന് ഒളിച്ചോടുന്ന നരേന്ദ്രമോദിയും നമ്മൾ കാണുകയാണ്. വിഷയാടിസ്ഥിതമായിട്ട് രാഷ്ട്രീയം പറയുന്ന രാഹുൽ ഗാന്ധിയെ നമ്മൾ കാണുമ്പോൾ ഒരു വിഷയത്തിലും രാഷ്ട്രീയം പറയാതെ വിദ്വേഷവും വിഷവും അല്ലെങ്കിൽ വർഗീയതയെ മാത്രം വിളമ്പുന്ന നരേന്ദ്രമോദിയെ നമ്മൾ കാണുകയാണ്. നടപ്പാക്കിയ പദ്ധതികളെ കുറിച്ചിട്ട് കോൺഗ്രസ് ആത്മവിശ്വാസത്തോടെ രാഹുൽ ഗാന്ധിയിലൂടെ സംസാരിക്കുമ്പോൾ നടപ്പാക്കാത്ത വ്യാജ ഗ്യാരണ്ടി മാത്രം വീണ്ടും പുലമ്പിക്കൊണ്ട് നരേന്ദ്രമോദി സംസാരിക്കുന്നു. മനുഷ്യരായിട്ട് നിരന്തരം സംവദിക്കുന്ന രാഹുൽ ഗാന്ധി സ്വന്തം അനുഭവത്തിൽ നിന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ മൻ കി ബാത്ത് മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന മോദി മനുഷ്യരിൽ നിന്ന് ഒളിച്ചോടുന്ന കാഴ്ച നമ്മൾ കാണുന്നു. യാഥാർത്ഥ്യങ്ങളെ സത്യസന്ധമായിട്ട് പറയുന്ന രാഹുൽ ഗാന്ധിയും അസത്യങ്ങളും അർദ്ധസത്യങ്ങളും നിരന്തരം പുലമ്പുന്ന നുണകളുടെ പെരുങ്കോട്ടയിൽ അഭയം പ്രാപിക്കുന്ന നരേന്ദ്രമോദിയെ നമ്മൾ കാണുകയാണ്. ഇവിടെ ബുർക്ക പൊക്കുന്ന മാധവി ലതയായാലും ഗുസ്തി താരങ്ങളെ പീഡിപ്പിക്കുന്ന ബ്രിജ്ഭൂഷണായാലും ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ബലാത്സംഗ വീരനായിട്ടുള്ള പ്രജ്വൽ രേവണ്ണയായാലും ഇവരൊക്കെ അനുവർത്തിക്കുന്ന നയം എന്ന് പറഞ്ഞാൽ ഈ ബലാത്സംഗികളുടെ നയം തന്നെയാണ്. ഇവരുടെ ബേട്ടി ബച്ചാവോ നാരി ശക്തിയോ ഒക്കെ നമ്മൾ കാണുന്നില്ലേ. ഇവര് ഒരു രാജ്യത്തെ ഒറ്റ നേതാവിലേക്ക് ഒതുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ബി.ജെ.പിയുടെ IT സെല്ലെടുത്ത പണിയൊക്കെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നരേന്ദ്രമോദിയിലേക്ക് മാത്രം ഈ രാജ്യത്തെ ചുരുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചപ്പോൾ ഈ രാജ്യം നരേന്ദ്രമോദിയുടെ 56 ഇഞ്ച് നെഞ്ചിനകത്ത് കൊള്ളുന്നതല്ല. ഈ രാജ്യത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള, ഭാഷാപരമായിട്ടുള്ള, വിശ്വാസപരമായിട്ടുള്ള മുഴുവൻ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും സംസ്കാരത്തിലാണ് ഈ ജനങ്ങൾക്ക് മുഴുവൻ ഒന്നിച്ചു ചേർന്ന് നിൽക്കാൻ സാധിക്കുക എന്നുള്ള കാഴ്ചയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ കാണാൻ പോകുന്നത്. ഈ പത്മനാഭൻ പറഞ്ഞതുപോലെ തന്നെ ജൂൺ 4-ാം തീയതി നമുക്ക് കാണാം. ജയിച്ചാലും തോറ്റാലും എന്നുള്ള ഒരു വിഷയമില്ല. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം ഈ രാജ്യത്തിന്റെ ഇന്ത്യൻ പാർലമെന്റിന്റെ പടിക്കെട്ട് നടന്നു കയറുമ്പോഴും ഇതേ പുച്ഛവും ഇതേ പരിഹാസവും പത്മനാഭനെ പോലുള്ള ബി.ജെ.പിയുടെ പ്രതിനിധികളുടെ മുഖത്തുണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. Debate with Smriti Parithikad.